ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇനി ഇടിയപ്പം ഉണ്ടാക്കാനേ സേവനാഴി തിരിച്ച് കൈ വേദനിപ്പിക്കാൻ നിൽക്കണ്ട. ഈ കാണുന്ന ഇടിയപ്പം മേടിച്ചാൽ മതി കേട്ടോ. ഇതിൽ 2 ബട്ടണാണുള്ളത്. അതിൽ ചെറിയ ബട്ടൺ ഞെക്കി പിടിച്ച് വലിയ ബട്ടൺ പുറത്തോട്ട് വലിച്ചാൽ ടപ്പേ ടപ്പേ എന്ന് ഇടിയപ്പം ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ നമുക്കിത് 2 രീതിയിലാണ് മാവ് നിറയ്ക്കാനായി ഊരിയെടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പുറകിൽ നിന്ന് കറക്കി ഇങ്ങനെ ഊരിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ ചില്ലുള്ള ഭാഗം ഉള്ളിലോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ മാവ് നിറച്ച് ഇടിയപ്പം ആക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കാണുന്ന ചില്ലിട്ട ഭാഗം കറക്കി ഊരിയെടുത്തിട്ട് മാവ് നിറച്ച് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെറിയ ബട്ടണിൽ ഞെക്കി വലിയ ബട്ടൺ പുറകോട്ട് വലിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നില്ലേ? ഈ അച്ചുറപ്പിച്ച കമ്പി പുറകിലോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ആ പാത്രം നിറയെ മാവ് നിറയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ പുറകിലോട്ട് വലിച്ചിരിക്കുന്ന അച്ചാണ് നമ്മൾ ഇതിൻ്റെ താഴെ നിൽക്കുന്നതിനനുസരിച്ച് മാവിനെ മുൻപോട്ട് തള്ളി തള്ളി ഈ സേവനാഴിയിലൂടെ പുറത്ത് കൊണ്ടുവരുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി പറയേണ്ടത് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ചില്ലിനെ പറ്റിയാണ്. ഇങ്ങനെ ഒരു പാത്രത്തിലാണ് അവർ നമുക്ക് ചില്ലിട്ട് തരുന്നത് കേട്ടോ. ഇതുകൊണ്ട് നമുക്കുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചില്ലുകൾ അവിടെ ഇവിടെയും കൊണ്ടുപോയി വെച്ചിട്ട് ആവശ്യത്തിന് നോക്കുമ്പോൾ കാണത്തുമില്ല, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം കിട്ടുമ്പോൾ ചില്ലുകളെല്ലാം വേറെ എവിടെയും വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിൽ തന്നെ വെച്ച് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് ഒഴിവാക്കുകയും ചെയ്യാം. പിന്നെ 1-2 ചില്ലൊന്നുമല്ല, 14 ചില്ല കേട്ടോ നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇതുകൊണ്ട് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കാകെ ഞുറുക്കും മിക്സറും മാത്രമാണ് കേട്ടോ ആക്കാൻ അറിയാവുന്നത്. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ചില്ലിനെ പറ്റി വല്ല അറിവുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അല്ലെങ്കിൽ ഓരോന്ന് പരീക്ഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. വെറും 270 രൂപയ്ക്ക് ഇത് ലാഭവും നമ്മൾ വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ഉപകരണമാണ് കേട്ടോ ഇത്.